Hello, welcome. Thank you for all those people who subscribed my channel and subscribe ചെയ്യാത്തവർ subscribe ചെയ്യുക bell button അമർത്തുക. You will get amazing videos. Okay. So, ഞാൻ ഇന്നൊരു മെഡിസിൻ പറയാൻ പോണത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത് ഞങ്ങൾക്കറിയാം ഓൾറെഡി എന്ന് പറയുന്നുണ്ടാവും. ഇത് എല്ലാവരും കഴിക്കുന്ന മെഡിസിനാണ്. ഇപ്പോഴും എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് അറിയാത്ത കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷേ എല്ലാവരും കഴിക്കുന്ന മെഡിസിനാണ് ചവനപ്രാശം. യെസ്, ചവനപ്രാശം കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ മേടിച്ച് കഴിക്കുന്ന ഒരു മരുന്നാണ്. എല്ലാവരുടെയും ധാരണ അത് ഇമ്മ്യൂണിറ്റി കൂട്ടും എന്നാണ്. പക്ഷെ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ ചവനപ്രാശം സത്യം പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചവനം എന്ന് പറഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ലൈക്ക് മെനി ഇയേഴ്സ് ബാക്ക്, ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനി പ്രായമായി. അപ്പോൾ ചെറുപ്പം ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മരുന്നാണ് നമ്മളിപ്പോഴത്തെ ചവനപ്രാശ് എന്നുള്ള പേര് പറയുന്നത്. ആ മുനിയുടെ പേര് ചവന എന്നായിരുന്നു. അതിന് ആ മരുന്നിൻ്റെ പേരിട്ടത് ചവനപ്രാശം. പ്രാശം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നക്കി കഴിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു ഇതിനെയാണ് ചവനപ്രാശം എന്നുള്ളത് പേര് വന്നത്. അപ്പോൾ ആളുടെ ഒരു യൂത്ത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആൾ തന്നെ ഇട്ട ഒരു പേരാണ്. ആൾ ഉണ്ടാക്കിയ മരുന്നാണത്. ടു റിജുവിനേറ്റ്, ഒരു യൂത്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. ചവനപ്രാശം ഇനി ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ചവനപ്രാശത്തിന് മോർ 30 to 50 ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്. ആൻഡ് ആയുർവേദത്തിലും പിന്നെ ഹോൾ വേൾഡിലും ദ ഓൾഡസ്റ്റ് ഹെർബൽ ഫോർമുലേഷൻ ഇൻ ദ വേൾഡ് റെക്കോർഡഡ് ഇൻ അവർ ബുക്സ്. നമ്മുടെ പുസ്തകത്തിൽ, ശാസ്ത്രത്തിലൊക്കെ ഏറ്റവും പഴകിയ ഒരു മരുന്നാണ് ചവനപ്രാശം. 30 മുതൽ 50 വരെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിലുള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ ഒരു സംഭവമാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാൻ പാടില്ല. കാരണം അതിൽ ഹണിയുണ്ട്, ശർക്കരയുണ്ട്, മധുരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഒന്നും കഴിക്കാതിരിക്കുക. ബാക്കിയുള്ള എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ വളരെ കൊച്ചു കുട്ടികളാണെങ്കിൽ വളരെ കുറച്ച് മതി, ഒരു വിരലിനത്ര മതി. ബാക്കി കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ആവാം. വലിയവർക്ക് 1 ടീസ്പൂൺ ആവാം. ഭക്ഷണത്തിന് ശേഷം കഴിക്കാം, രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കാൻ, നോ പ്രോബ്ലം, എപ്പോൾ വേണേൽ കഴിക്കാം. അപ്പോൾ പിന്നെ എന്തിനാണ് ചവനപ്രാശം? ചവനപ്രാശം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മാത്രമല്ല. ആക്ച്വലി ഈ നെല്ലിക്ക എന്ന് പറയുന്നത് വളരെ ഇറ്റ്സ് വെരി റിച്ച് ഇൻ വിറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, എല്ലാ വക സംഭവങ്ങളും ഈ നെല്ലിക്കയിലുണ്ട്. നിങ്ങൾക്കറിയാം നെല്ലിക്കയിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. ഒരു മരുന്നിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിൽ എത്ര ഇൻഗ്രീഡിയൻസിലുണ്ട്, 30 മുതൽ 50 വരെ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഗുണങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അത്രയധികം ബെനിഫിറ്റാണ് ഈ ചവനപ്രാശത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരുന്ന് പ്രതിരോധശേഷി കൂട്ടാനും എല്ലാ വക സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിനെയും ശക്തി കൊടുക്കാനും ആണ് ഈ മരുന്ന് നല്ലത്. ഒരു റെജുവിനേഷൻ പോലെ, രസായനം എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ മരുന്ന് വരുന്നത്. ഒരു റെജുവിനേഷൻ, നമ്മുടെ ചെറുപ്പം തിരിച്ചെടുക്കാനായിട്ട് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ബേസിക്കലി നമ്മുടെ യൂണിറ്റ് കൂട്ടുക, നമ്മുടെ ഈ ചെറിയ റിങ്കിൾസും ഇങ്ങനെ പ്രായം കൂടുമ്പോൾ ചില ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട്, നല്ല ഉറക്കം കിട്ടാനും, സ്ട്രെസ്സ് കുറയാനും, സ്ട്രെസ് ഹോർമോൺസിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ചവനപ്രാശം ബെസ്റ്റ് മെഡിസിനാണ്. അപ്പോൾ ഓൾഡസ്റ്റ് റെക്കോർഡഡ് ഹെർബൽ ഫോർമുലേഷൻ ഇൻ ദ ഹോൾ വേൾഡ്. അങ്ങനെയാണ് ചവനപ്രാശത്തിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. എന്തായാലും ചവനപ്രാശം കഴിക്കുക, ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടട്ടെ. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ. കാരണം ചവനപ്രാശം എല്ലാവരും വാരിക്കോരി കഴിക്കുന്നുണ്ട്. നമുക്ക് പല സിറ്റുവേഷനും കഴിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു.